വെൽക്കം ബാക്ക് ടു മിസ്റ്റർ K3. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ഡിസൈനുമായിട്ടാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഡിസൈൻ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും അല്ലേ? നമ്മൾ തന്നെ ഇതിൻ്റെ ഒരു സാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ബ്ലോക്ക് ഡിസൈൻ തന്നെയാണ്, കളർ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മളതൊരു ടേബിൾ ക്ലോത്ത് ഡിസൈനും കൂടി ആക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിലൊരു ബ്രൗൺ കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തിട്ട് വേറെ കളർ കോമ്പിനേഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് യെല്ലോയും ഓറഞ്ചും റെഡും മെറൂണും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്പോഞ്ചിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ആ ഒരു ബ്ലോക്ക് ഡിസൈൻ ഡിപ്പ് ചെയ്തിട്ട് മൾട്ടി കളേർഡ് ആയിട്ടുള്ളൊരു ബ്ലോക്കാക്കി മാറ്റുകയാണ്. പിന്നെ 1 മീറ്റർ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട്, ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിനെ ഇങ്ങനെ പക്ക ആ ഒരു അലൈൻമെൻറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മടക്കി സെൻറ്റർ കണ്ടിട്ട് ആ ഒരു സെൻറ്റർ പോയിൻറ്റിൽ 2 സൈഡിൽ നിന്നും ആ ബ്ലോക്സ് വെച്ച് പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു പൂ പോലെ ആക്കി. പിന്നെ സൈഡിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലോക്ക് കൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഹാഫ് പോർഷൻ വരുന്ന രീതിയിൽ ഡിസൈൻസ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു ഹാഫ് മാത്രമേ എല്ലായിടത്തും പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവസാനം ബാക്കി വരുന്ന ആ സ്പേസുകൾ നമ്മൾ ഇതേ ഡിസൈൻ തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബ്ലോക്ക് ഡിസൈൻ നമ്മൾ സാരിക്ക് വേണ്ടി എടുത്തതാണ്. അത് വെച്ചിട്ട് നമ്മളൊരു ടേബിൾ ക്ലോത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം ലാഭിക്കാം. കളർ കോമ്പിനേഷനും വേറെയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബ്ലോക്ക് ഡിസൈനിൽ നിന്ന് എങ്ങനെ പല പല ഡിസൈൻസ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ഡിസൈൻ ചെയ്യുമോ, ബെഡ്ഷീറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമുക്കൊരു ടേബിൾ ക്ലോത്തിൻ്റെ വീഡിയോ എന്ന് തന്നെ എന്തും കൂടി നമുക്ക് ഇത് ചെയ്യാം, ബെഡ്ഷീറ്റും കൂടി നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ആ മെത്തേഡ് എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം ഡിസൈൻ എടുത്തിട്ട് വേറൊരു ഐറ്റം കൂടി പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ കോർണേഴ്സും ഞാൻ മടക്കി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ലൈൻസും എവിടെ എനിക്ക് എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ തുണി മടക്കി മാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടി ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും. ബിഗിനേഴ്സൊക്കെ എപ്പോഴും ക്ലോത്ത് മടക്കി തന്നെ ചെയ്യുകയാണെങ്കിൽ, വേറെ മാർക്കിങ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ ക്ലോത്ത് മടക്കി തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ മടക്കിയ എല്ലാ സ്ക്വയേഴ്സും ഞാൻ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്തിട്ട് അത് പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി വരുന്ന സ്പേസിൽ തൊട്ടപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഇതേ ഡിസൈൻ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായി. നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യണമെന്നില്ലെങ്കിൽ വേറെ രീതിയിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ്സ് മാറ്റിയാലും പുതിയൊരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു ബെഡ്ഷീറ്റും ടേബിൾ ക്ലോത്തും സാരിയൊക്കെ ഒരു ബ്ലോക്ക് ഡിസൈൻ വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര ഈസിയാണ് വെജിറ്റബിൾ പ്രിൻറ്റിങ്. ജസ്റ്റ് അതൊന്ന് വൈപ്പ് ചെയ്ത് കളർ കോമ്പിനേഷൻസ് മാറ്റി കൊടുത്തതിന് നമുക്കൊരു പുതിയ ഐറ്റം ചെയ്യാം. നിങ്ങൾക്ക് ടൈമും ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ഞാൻ എല്ലാ സൈഡിലും ആ സ്പേസസ് ആ ഒരു ബാക്കി വന്ന ഹാഫ് പോർഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫില്ലിങ് ഇഷ്ടമായില്ലെങ്കിൽ ഫസ്റ്റ് പോർഷനിൽ നിന്ന് നമുക്ക് നിർത്തിയിട്ട് അവിടെ ജസ്റ്റ് ഒരു ലീഫും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. മത്സരങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഒരുവിധം പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡിസൈൻ്റെ. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ കോർണറൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കോർണർ പോർഷൻസും ബാക്കി സ്പേസുള്ള എല്ലാ ഏരിയാസും ഞാൻ ഇതേ ഡിസൈൻ തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബെഡ്ഷീറ്റ് ഡിസൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ബ്ലോക്കുകളൊക്കെ വെച്ചിട്ട് ഡിഫറെൻറ്റ് ഐറ്റംസ്, ടേബിൾ ക്ലോത്തോ ബെഡ്ഷീറ്റോ പില്ലോ കവറൊക്കെ ആയിട്ട് നിങ്ങൾ മാറ്റി ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി
ടൈം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.